Hello everyone, welcome to HUPod Class 9. It's me, your Nafi. നിങ്ങളുടെ ആനുവൽ എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ആനുവൽ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു സംശയം ഇപ്പോൾ കുട്ടികൾക്കിടയിൽ നിൽക്കുന്നുണ്ട്. എന്താണ് സംശയം? സാറേ, ഈ ഓണം എക്സാമിന്റെയും ക്രിസ്മസ് എക്സാമിന്റെയും പാഠങ്ങൾ ആനുവൽ എക്സാമിന് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഓണം എക്സാമിന്റെയും ക്രിസ്മസ് എക്സാമിന്റെയും ചാപ്റ്റേഴ്സിൽ നിന്ന് ആനുവൽ എക്സാമിന് ചോദ്യം വരുമോ? ഓണത്തിന്റെയും ക്രിസ്മസിന്റെയും ചാപ്റ്റേഴ്സ് ആനുവൽ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണോ? ഈ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. വെൽക്കം ടു HUPod Class 9. ഇറ്റ്സ് മീ, യുവർ നാഫി. എടാ, നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പരമാവധി 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. കാരണം 9ാം ക്ലാസ്സിലെ ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ടുള്ള ഒരു സംഭവമാണ് ഈ ഓണത്തിൻ്റെയും ക്രിസ്മസിൻ്റെയും പോർഷൻസ് എക്സാമിന് ചോദിക്കുമെന്ന്. അത് ക്ലിയർ ചെയ്യാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക. നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. അതിന് മുന്നേ ഞാൻ പറയുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം കേട്ടോ. നിങ്ങൾ എത്രത്തോളം ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു? നിങ്ങളുടെ ആനുവൽ എക്സാമിന് വേണ്ടി എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു? ഓരോ സബ്ജക്റ്റിലും എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു? അതാണ് എൻ്റെ ചോദ്യം. ഓക്കെ, ഇനി നിങ്ങൾ അതിന് ആൻസർ കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മക്കളെ, നമുക്ക് അറിയാം എന്ത് ഓണത്തിൻ്റെയും ക്രിസ്മസിൻ്റെയും പോർഷൻസ് എക്സാമിന് ചോദിക്കും. ഓണം എക്സാമിൻ്റെയും ക്രിസ്മസ് എക്സാമിൻ്റെയും ചാപ്റ്റേഴ്സിൽ നിന്ന്, ഓണം എക്സാമിൻ്റെയും ക്രിസ്മസ് എക്സാമിൻ്റെയും പോർഷൻസിൽ നിന്ന് നിങ്ങളുടെ ആനുവൽ എക്സാമിന് ചോദ്യം വരും എന്ന് വെച്ചാൽ നിങ്ങളുടെ ആനുവൽ എക്സാമിന് നിങ്ങൾ ഓണം എക്സാമിൻ്റെ ചാപ്റ്റേഴ്സും പഠിക്കണം, ക്രിസ്മസ് എക്സാമിൻ്റെ ചാപ്റ്റേഴ്സും പഠിക്കണം. പക്ഷെ അതിൽ പ്രയോറിറ്റിയിൽ ഇത്തിരി വ്യത്യാസമുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ടത് ഏതിനാടാ? ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ചാപ്റ്റേഴ്സിനാണ് അല്ലേ? അപ്പോൾ സോഷ്യലൊക്കെ എടുക്കുകയാണെങ്കിൽ എന്താണ്, ജോഗ്രഫിയിലും ഹിസ്റ്ററിയിലൊക്കെ അവസാന പാഠം ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടില്ല അല്ലേ? അപ്പോൾ ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള പോർഷൻസിനാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കാരണം അതിൽ നിന്നാണ് ഒരു 40 മുതൽ 50% വരെ മാർക്കിന് എന്ത് ചോദിക്കുക? ക്വസ്റ്റ്യൻസ് ചോദിക്കുക കേട്ടോ. ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. കാരണം അതിൽ നിന്ന് ഒരു 40 മുതൽ 50% വരെ മാർക്കിന് എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ അടുത്ത ഇമ്പോർട്ടൻസ് ക്രിസ്മസ് എക്സാം ആണ്. ഒരു 30 മുതൽ 40% വരെ മാർക്കിന് എന്ത് ചോദിക്കും? ക്രിസ്മസ് എക്സാം പോർഷൻസിൽ നിന്ന്, ക്രിസ്മസ് എക്സാമിന്റെ പാഠഭാഗങ്ങളിൽ നിന്ന് എന്ത് ചോദിക്കും? ക്വസ്റ്റ്യൻ ചോദിക്കും. ഒരു 30 മുതൽ 40% മാർക്കിന് വരെ ക്രിസ്മസ് എക്സാം പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഒരു 20 മുതൽ 30% മാർക്കിന് വരെ ഓണം എക്സാം പോർഷൻസ് നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ചാപ്റ്റേഴ്സ് പഠിക്കണം, ക്രിസ്മസ് എക്സാമിൻ്റെ ചാപ്റ്റേഴ്സും പഠിക്കണം, ഓണം എക്സാമിൻ്റെ ചാപ്റ്റേഴ്സും പഠിക്കണം. പക്ഷേ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നിങ്ങൾ അവസാനത്തെ ചാപ്റ്റേഴ്സാണ്. പക്ഷെ അത് മാത്രം പഠിച്ചാൽ പോരാ. കാരണം ബാക്കിയുള്ള 2 ഓണത്തിൻ്റെയും ക്രിസ്മസിൻ്റെയും ചാപ്റ്റേഴ്സും കൂടി പഠിച്ചാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ ലൈവായിട്ട് തരുന്നുണ്ട്. അതായത് ഓരോ ദിവസവും നമ്മൾ ഓണത്തിൻ്റെതായാലും ക്രിസ്മസിൻ്റെതായാലും പബ്ലിക്കിൻ്റെതായാലും ഏതൊരു എക്സാമിനുള്ള ചാപ്റ്റർ ആണെങ്കിലും എല്ലാ ചാപ്റ്റേഴ്സും കൂടി കൂട്ടിയിട്ട് അതിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കും ആ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും അടക്കം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്നത്തേക്ക് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് മുതൽ അങ്ങോട്ടേക്ക് എല്ലാ ദിവസവും ലൈവുകളുണ്ട്. ആ ലൈവുകളിലൂടെ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്? ഓരോ ചാപ്റ്ററും ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കും ക്വസ്റ്റ്യൻസും അടങ്ങുന്ന ഒരു മെഗാ ലൈവ് നമ്മൾ ദിവസവും നടക്കുന്നുണ്ട്. അപ്പോൾ ലൈവിലേക്ക് കറക്റ്റായിട്ട് എത്തുക, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട്. അപ്പം ഓർത്തു വെച്ചോ, ഓണത്തിൻ്റെയും ക്രിസ്മസിൻ്റെയും ചാപ്റ്റേഴ്സും പോർഷൻസും നിങ്ങൾ ആനുവൽ എക്സാമിന് പഠിച്ചിരിക്കണം. എന്നാലേ നിങ്ങൾ സെറ്റായി റെഡിയായി ഓക്കെ പഠിക്കുകയുള്ളൂ. അപ്പോൾ നന്നായി പഠിക്കുക, ഉഷാറായി പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക, സൂപ്പറായി പഠിക്കുക. നിങ്ങളുടെ കൂടെ HUPod ഉണ്ട്. നിങ്ങളുടെ ആനുവൽ എക്സാം സെറ്റാക്കി തരാൻ, നിങ്ങളുടെ കൂടെ എല്ലാം സെറ്റാക്കി തരാൻ HUPod ഉണ്ട്. നിങ്ങളെ കൂടെ നമ്മൾ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ? നമ്മളെ കൂടെ കൂടിക്കോ, നമ്മളെ കൂടെ ഇരുന്ന് പഠിച്ചോ. എല്ലാ ചാപ്റ്റേഴ്സും HUPod സെറ്റാക്കി തരും. നമ്മളുണ്ട് കൂടെ. നന്നായി പഠിക്കുക, ഉഷാറായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.